വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയർ. നമ്മൾ MySQL പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡാറ്റാബേസിന്റെ ക്വറീസ് ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു സാമ്പിൾ ഡാറ്റാബേസ് വേണം. ആ സാമ്പിൾ ഡാറ്റാബേസ് നമ്മൾ ഓരോന്നും മാനുവലായിട്ട് ഉണ്ടാക്കി പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ ഡാറ്റാബേസ് നമുക്ക് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് MySQL എക്സാമ്പിൾ ഡാറ്റാബേസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന റിസൾട്ടിൽ MySQL ഡോക്യുമെന്റേഷനിൽ തന്നെ ഒരു ലിങ്ക് ഉണ്ട്, അതർ MySQL ഡോക്യുമെന്റേഷൻ. ആ ഒരു ലിങ്കിലേക്ക് പോവാം. അവിടെ വന്നു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. ആ സെക്ഷനിൽ വന്നിട്ട് അവിടെ എംപ്ലോയി ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗിറ്റ്ഹബിലേക്കുള്ള ലിങ്ക് ഉണ്ട്. ആ ഒരു ഗിറ്റ്ഹബ് ലിങ്കിലേക്ക് പോവാം. അപ്പൊ അവിടെ ഗിറ്റ്ഹബ് ലിങ്കിൽ ഒരുപാട് ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ തന്നെ ഡോക്യുമെന്റേഷൻ നോക്കി, ഇൻസ്റ്റാളേഷൻ, ഡൗൺലോഡ് ദ റെപ്പോസിറ്ററി, എന്നിട്ട് ചേഞ്ച് ഡയറക്ടറി ടു ദ റെപ്പോസിറ്ററി, എന്നിട്ട് ഈ ഒരു കമാൻഡ് റൺ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു റെപ്പോസിറ്ററി ഡൗൺലോഡ് ചെയ്യാം. ഒരു കോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് സിപ്പ് ഓപ്ഷൻ കൊടുത്തു. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയപ്പോൾ ആ ഡൗൺലോഡ് ഫയലിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഇവിടെ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ടെസ്റ്റ് DB മാസ്റ്റർ, അതാണ് ആ ഒരു ഫോൾഡറിന്റെ പേര്. ഡൗൺലോഡ്സ് ഫോൾഡറിലാണ് ഡൗൺലോഡ് ആയത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ടെർമിനൽ ഉപയോഗിച്ച് ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് പോകണം. ഞാൻ എന്റെ ടെർമിനലിൽ ഡൗൺലോഡ്സ് ഫോൾഡറിലുണ്ട്. PWD ഒന്ന് ചെക്ക് ചെയ്യാം. അതേ ഡൗൺലോഡ്സ് ഫോൾഡറിൽ തന്നെയാണ് ഞാനുള്ളത്. അവിടെ എനിക്ക് ടെസ്റ്റ് DB മാസ്റ്ററിലേക്കാണ് പോകേണ്ടത്. ജസ്റ്റ് LS കൊടുത്ത് നോക്കാം അങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടോ എന്നുള്ളത്. യെസ്, അങ്ങനെ ഒരു ഫോൾഡർ ഉണ്ട്. ഇനി ആ ഫോൾഡറിലേക്ക് പോകാം. CD ടെസ്റ്റ് ടാബ് കൊടുത്തു. ടെസ്റ്റ് DB മാസ്റ്റർ അവിടെയാണ് ഞാനുള്ളത്. LS കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽസ് ഒക്കെ അവിടെ ഉണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡോക്യുമെന്റേഷനിൽ നോക്കിയിട്ട് ഒരു കമാൻഡ് കൊടുക്കാം. ഒരു ഫയൽ, ഏതൊരു ഫയലും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡാറ്റാബേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് MySQL, എന്നിട്ട് ആ ഒരു ആരോ മാർക്ക്. അപ്പൊ അതങ്ങനെ തന്നെ നമുക്ക് ഫോളോ ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ നമുക്ക് എറർ കിട്ടും, കാരണം നമ്മൾക്ക് യൂസർ നെയിം പാസ്വേഡും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ യൂസർ നെയിമും പാസ്വേഡും കൂടെ കൊടുക്കാം. ഇവിടെ MySQL കമാൻഡിന്റെ കൂടെ നമ്മൾ സാധാരണ കൊടുക്കുന്ന -u റൂട്ട് -p പാസ്വേഡ് ചേർക്കുന്നത് empty പാസ്വേഡ് ആണ് നമുക്കുള്ളത്. നമ്മളെ ഡിഫോൾട്ട് റൂട്ടിന് നമ്മൾ പാസ്വേഡ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് എൻറ്റർ കീ കൊടുത്തു. അപ്പോൾ ഓരോ ഫയൽസ് ആയിട്ട് ലോഡ് ചെയ്തത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ക്രിയേറ്റിംഗ് ഡാറ്റാബേസ് സ്ട്രക്ചർ, സ്റ്റോറേജ് എഞ്ചിൻ, InnoDB ആണ്. ഡിപ്പാർട്ട്മെന്റ്സ് ലോഡ് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസ് ലോഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ ഡിപ്പാർട്ട്മെന്റ് മാനേജർ, ടൈറ്റിൽസ്, സാലറീസ് എല്ലാം ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഡാറ്റാബേസ് ടേബിൾ പ്ലസിൽ പോയി നോക്കാം. ഞാൻ ടേബിൾ പ്ലസിൽ വന്നു. കമാൻഡ് K, അതിൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തായിട്ട് കാണുന്നുണ്ട്. അതിൽ എനിക്ക് അതിന്റെ ടേബിൾസ് ഒക്കെ കാണാം. ഡിപ്പാർട്ട്മെന്റ്സ്, ഡിപ്പാർട്ട്മെന്റ് മാനേജർ, എംപ്ലോയീസ്, സാലറീസ്. അപ്പൊ അതിൽ നമുക്ക് ഡാറ്റാസ് വന്നിട്ടുണ്ട്. എംപ്ലോയീസിന്റെ ഡാറ്റാസ് ഉണ്ട്, സാലറീസ് ഉണ്ട്, ടൈറ്റിൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്ക് ഇനി SQLന്റെ ഓരോ കോഡും നമുക്ക് പഠിച്ചെടുക്കാം.